ഹറാമായ രീതിയിലുള്ള പാട്ടുകളും ഗാനമേളകളും ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്. ഈവൻ നമ്മുടെ കല്യാണങ്ങളിൽ വധൂവരന്മാരുടെ വീഡിയോഗ്രാഫി ചെയ്യാൻ വേണ്ടി, ഷൂട്ട് ചെയ്യാൻ വേണ്ടി ക്യാമറമാൻമാർ വരാറുണ്ട്. അവർ ഫീമെയിൽ വീഡിയോഗ്രാഫിയെ കൊണ്ടുവരണം. ക്യാമറമാൻ ആരാണ് വീഡിയോഗ്രാഫി ചെയ്യേണ്ടത്? ഒരു പെണ്ണിന് പെണ്ണായാലല്ലേ ഇസ്ലാമികമാവുള്ളൂ. അപ്പൊ ഫോട്ടോ ഹലാലാണോ എന്നൊരു ചോദ്യം വരും അല്ലേ? ക്യാമറ എടുക്കാൻ പാടുണ്ടോ, ഫോട്ടോ എടുക്കാൻ പാടുണ്ടോ, അത് പാടുണ്ടോ ഇല്ലേ എന്ന് ആദ്യം തീരുമാനിക്കേണ്ടത് ഈ ലൈവിൽ നിന്നാണ്. നമ്മൾ കൊടുക്കുന്ന ലൈവിൽ നിന്ന് തീരുമാനിക്കണം വേണോ എന്ന്. എവിടെയാണ് വീഡിയോഗ്രാഫി ഇല്ലാത്തത്? ഏത് പണ്ഡിതന്മാരുടെ സദസ്സിലാണ് ക്യാമറ ലൈവ് ഇല്ലാത്തത്? ഏത് സമ്മേളനങ്ങളിലാണ് വീഡിയോഗ്രാഫി ഇല്ലാത്തത്? അപ്പൊ അതിനെ കുറിച്ചുള്ള ചർച്ച അവിടെ വെക്ക്. ഫോട്ടോ ഹറാമാണോ, വീഡിയോ ഹറാമാണോ എന്നുള്ള ചർച്ച അവിടെ മാറ്റിവെച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് പകരം നമ്മുടെ വീട്ടിലുള്ള കല്യാണങ്ങളിൽ എന്റെ മകളുടെ കല്യാണമാണെങ്കിൽ എന്റെ മകളുടെ വീഡിയോഗ്രാഫിക്ക് വേണ്ടി ഒരു ഫീമെയിൽ വീഡിയോഗ്രാഫറെ ഞാൻ കൊണ്ടുവരും, ഒരു പെൺകുട്ടിയെ ഞാൻ കൊണ്ടുവരും. പെൺകുട്ടികളൊക്കെ അവൈലബിൾ ആണ്. കാരണം പെൺകുട്ടിയുടെ പല രീതിയിലുള്ള പോസിങ്ങുകൾ ഉണ്ടാകും. ഒരു അന്യ പുരുഷന്റെ മുമ്പിൽ നമ്മുടെ പെൺമക്കളെ നമ്മൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ തന്നെ പരിശുദ്ധ ഇസ്ലാമിൽ നിഷിദ്ധമാണ്. അത് കൊണ്ടുവരുന്ന പിതാവ് അല്ലാഹുവിന്റെ കോടതിയിൽ ഉത്തരവാദിയാണ്. അത് കൊണ്ടുവരുന്ന മാതാവ് ഉത്തരവാദിയാണ്. ഇനി ഭർത്താവാണെങ്കിൽ ഭർത്താവും ഉത്തരവാദിയാണ്. കാരണം ഒരു ആണും പെണ്ണും, അന്യപുരുഷനും അന്യസ്ത്രീയും തമ്മിൽ ഇടകലരാനുള്ള സാഹചര്യം